ധന്യമീ ജീവിതത്തിന്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം. വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് വളരെ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് പ്രിയമുള്ളവർ കേൾക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ച് ആണ്. ഈ പുസ്തകത്തിന്റെ പേര് ശംഭാല എന്നാണ്. ഞാൻ എഴുതിയ പുസ്തകമാണ്. എൻ്റെ പുസ്തകങ്ങളിലൊക്കെ പേരുകൾ എല്ലാവർക്കും പെട്ടെന്ന് എടുത്തു പറയാവുന്ന പേരുകളാണ്. ചാട്ട, കരിമരുന്ന്, ശയനപ്രദക്ഷിണം, ധ്വനി, എല്ലാ പുസ്തകങ്ങളുടെ പേരും പെട്ടെന്ന് പറയാം. ശംഭാല എന്നുള്ളത് സുപരിചിതമായൊരു പേര് അല്ല. ഈ പുസ്തകത്തിന് ഏറ്റവും ലേറ്റസ്റ്റായി എഴുതിയ 60ഓളം പുസ്തകമായി. ഏറ്റവും അവസാനം എഴുതിയ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേരിടുമ്പോൾ ഈ പേര് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നറിയുന്നത് കൊണ്ട് ഭൂമിക്കടിയിലെ അദൃശ്യ ലോകത്തെക്കുറിച്ചൊരു നോവൽ എന്ന് ബ്രാക്കറ്റിന് താഴെ എഴുതേണ്ടി വന്നു. ഭൂമിക്കടിയിലെ അദൃശ്യ ലോകത്തെക്കുറിച്ച് ഒരു നോവൽ. ആ അദൃശ്യ ലോകത്തിന്റെ പേരാണ് ശംഭാല. ലോകം മുഴുവൻ ശംഭാല എന്ന് പറഞ്ഞാൽ അറിയാം. ചിലവരതിനെ ഷാങ്ക്രില എന്ന് പറയും. അഗർത്ത എന്ന പേരുണ്ട്. പല പേരുകളുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും അറിയുന്നതാണ് ശംഭാല. ഒന്നുകൂടി പറഞ്ഞാൽ, ചുരുങ്ങിയത് 25 വർഷമായിട്ട് എനിക്ക് ശംഭാല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹിമാലയ യാത്രയിലൊക്കെ പോകുമ്പോൾ എൻ്റെ മനസ്സിലകത്ത് ബദരി, കേദാറ്, തുംഗനാഥ് ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തേക്ക് കയറുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഈ ശംഭാല എവിടെയായിരിക്കുമെന്ന് എൻ്റെ മനസ്സിലുണ്ടാകും. അങ്ങനെ എത്രയോ കൊല്ലമായിട്ട് ഇത് മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ശരി, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ശംഭാല തന്നെയാണ് മനസ്സിൽ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ നിലവിൽ കിട്ടാവുന്നതൊക്കെ ശംഭാലയെ കുറിച്ച് വായിച്ചു. അല്ലാതെ എങ്ങനെയാ പഠിക്കുക? ഗൂഗിളില് ശംഭാലയെ കുറിച്ച് ആര് എന്തൊക്കെ പറയുന്നു, ഏതൊക്കെ പ്രഭാഷണങ്ങൾ പറയുന്നു, ഇത് മുഴുവൻ കേൾക്കുകയും മനസ്സിലുള്ള ഹിമാലയത്തെ വെച്ചുകൊണ്ട് ഹിമാലയത്തിന്റെ ഒരു ഭാഗത്താണ് ശംഭാല എന്ന് പറയപ്പെടുന്നു. ശരിയാവാം, തെറ്റാവാം. ഇന്ത്യയുടെയും തിബത്തിന്റെയും അതിർത്തിയിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നു. പക്ഷെ കാര്യമായ രേഖകളൊന്നുമില്ല. പലരും അവകാശപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഈ സ്ഥലം എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശംഭാല എന്ന ലോകത്ത് വേറെ സ്ഥലത്തിന് ഓരോരുത്തർ പേരിട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്കൊക്കെ ഇതറിയാം. അവിടെ ആണ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ ക്യാമ്പ് ചെയ്യുന്നത്. അന്യഗ്രഹങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, കഥകളുണ്ട്. പക്ഷെ വ്യക്തമായിട്ടൊരാൾക്ക് പറയാൻ കഴിയില്ല. പറഞ്ഞിട്ടില്ല ആരും. ഇങ്ങനെ കേൾക്കുന്നു, പറയുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ വീക്ഷണത്തിനനുസരിച്ച് സ്പേസ് കൊണ്ടൊന്നുമില്ല. പക്ഷേ അത് ഈ ഹിമാലയമാണ് നമ്മുടെ മുൻധാരണ വെച്ചുകൊണ്ട് പറയുകയാണ്. അത് നമ്മുടെ ഭൂമിക്ക് അടിയിലോ ഇടയിലോ ഉള്ള ഒരു സ്ഥലമാണ്. സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് അടിയിലാവാം, ഇവിടെ തന്നെ ആവാം, നമ്മൾ സംസാരിക്കുന്നിടത്തേക്ക് ആകാം.
സമുദ്രത്തിലൂടെ വരുന്ന വലിയൊരു ഷിപ്പ് പെട്ടെന്ന് കാണാനില്ലാതെ അങ്ങനത്തെ കഥകൾ ധാരാളമുണ്ട്. പല ഷിപ്പും എവിടെ തെരഞ്ഞാലും കിട്ടുന്നില്ല. ഷിപ്പ് എവിടേക്കാ അത് പോയത്? ഞാൻ എന്റെ വീട്ടിനനുസരിച്ച് ഒരു തുള്ളി വെള്ളത്തിന്റെ അകത്തേക്കാണ് ഇത് പോയിരിക്കുന്നത്. ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിയില്ല, അത് വേറെ കാര്യം. എന്നപ്പോ ഒരു തുള്ളി വെള്ളമുള്ളൂ, അല്ല ഒരു തുള്ളി എന്ന് പറയണമല്ലോ. പലതിനും നമുക്ക് ഭാഷ പരിമിതിയുണ്ട്. ഭാഷയ്ക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള ഭാഷ, നിലവിലുള്ള ഓരോ സാധനങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയ ഭാഷയാണ്. പുത്തനായ കാര്യങ്ങൾ അകത്ത് പുസ്തകം, അതാണ് പുസ്തകം എന്ന് പറയുന്നത്. പുസ്തകം എന്നുള്ള വാക്കേ തെറ്റ, പുസ്തകമാണ് ശരിക്കും. അപ്പൊ ഏത് വാക്കും നിലവിലുള്ള ഈ സ്ഥലം എന്നാകണമെന്നില്ല. ആകാശത്തു കൂടെ പറക്കുന്ന ഒരു വിമാനം കാണാനില്ലാതെ എവിടേക്കാ പോയി എവിടെയും വീണിട്ടില്ല. നാം വിചാരിക്കുന്നു എല്ലാം നമ്മുടെ ദൃശ്യപരിധിയിൽ ഉണ്ട് എന്നൊക്കെ കൊണ്ട് കഥകൾ മെനയുന്നു. ആധുനിക യന്ത്രങ്ങൾ വന്നു. ഇവിടെ ഒരു രൂപ നാണയം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് കണ്ടുപിടിക്കാവുന്ന സിസ്റ്റം ഉണ്ടാകാം. പക്ഷെ അന്യഗ്രഹങ്ങളിൽ നിന്ന് തളികയിൽ, അതിനെ തളിക എന്നാണ് വിളിക്കുന്ന പേര്, വരുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ് ലോകം എന്നുള്ളതിന് ധാരാളം രേഖകളും പണ്ഡിത വചനങ്ങൾ കേൾക്കുകയല്ലാതെ നമ്മൾ ഒന്നും നിവർത്തിയില്ല. അങ്ങനെയാണ് 5 വർഷമായിട്ട് ഞാൻ ഈ ശംബാല എഴുതി തുടങ്ങി. അത് എഴുതി ഇങ്ങനെ തീരാറാവുമ്പോഴേക്കും അതിനു വേണ്ടി അത് അച്ചടിക്കാൻ ആരെങ്കിലും വരും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഹരിതം ബുക്സിന്റെ ഉടമ പ്രതാപൻ രാജാട്ട് എൻ്റെ മിത്രമാണ്. അദ്ദേഹം വന്നിട്ട് പുതുതായിട്ട് എന്ത് എഴുതുകയാണെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. എൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ കോഴിക്കോട്ടെ ഹരിതം ബുക്സ് ആണ് അടിച്ചിട്ടുണ്ട്. ഒരു 5 പുസ്തകങ്ങളും ഉണ്ട്, 5 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പൂക്കാലം വരവായി, ധ്വനി, ഇതൊക്കെ അവര് അടിച്ച പുസ്തകം. കുറച്ചും കൂടി പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം കാത്തിരുന്നു, ഒരു 3 മാസം കൂടി കാത്തിരുന്നു. 5 വർഷം കൊണ്ട് ആണ് ഇത് എഴുതിയത്. അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വരിക, എന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുക, അവരെ കാണാൻ പറ്റുമോ, അവരുടെ രൂപം എങ്ങനെയാ, അവര് മനുഷ്യരാണോ, പറയാൻ കഴിയില്ല. പക്ഷെ പഴയ രേഖകളിൽ നമ്മുടെ പതഞ്ജലി മഹർഷി മുതൽക്ക് പലരും അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണ് പലയിടത്തിലും പറഞ്ഞിട്ടുണ്ട്. അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണ്. പതഞ്ജലി സർപ്പമാണ്, ഒരു നാഗമാണ് എന്ന് പറയുന്നുണ്ട്. പണ്ഡിത വചനങ്ങളല്ലാതെ നമ്മൾ എന്താ കേൾക്കുക? അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിലവിലുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നു. പല ലേഖനം നമ്മൾ വായിക്കല്ലോ, ഇന്ന ആളുടെ അഭിപ്രായം ഇന്നതാണെന്ന്. പതഞ്ജലിയെ നേരിട്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് കേൾക്കുന്ന ശിഷ്യന്മാര് ഒരു പനമ്പട്ടയിലൂടെ നോക്കിയപ്പോ കണ്ടത് അനന്തൻ എന്ന നാഗത്തെയാണ്. നാഗം, നാഗ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഗം എന്നുള്ളത് കോയിൽ ആണ്. എനർജി സ്വരൂപിക്കുന്നത് കോയിൽ രൂപത്തിലാണ്. കുണ്ടലിനി ശക്തി 3.5 ചുറ്റായിട്ട് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ ഇത് എഴുതുമ്പോൾ ഒരു പ്രശ്നം, അങ്ങനെ ഒരു സ്ഥലം പലരുടെയും വാക്കിൽ നിന്ന് കേൾക്കുകയും ഹിമാലയത്തിലാണ് എന്ന് പറയുന്നു. പക്ഷെ ഹിമാലയത്തിലാണ് എന്ന് സങ്കല്പിച്ചാൽ എഴുതാൻ എളുപ്പമാണ്. കാരണം ഹിമാലയം എനിക്ക് പരിചയമുണ്ട്. ഹിമാലയം 3000 പർവ്വതം കൂടിയതാട്ടോ. അതിലൊരു 3 കണ്ടിട്ട് പരിചയമുണ്ടെന്ന് പറയാണ്. ആ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവര് ഇവിടെ, അവരാണ് മനുഷ്യരാശിയെ വളർത്തുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ കോഴികൾ അറിയുന്നുണ്ടോ മനുഷ്യൻ വളർത്തുകയെന്ന്? നമ്മുടെ വീട്ടിലെ ടാങ്കിൽ കിടക്കുന്ന മീനുകൾ അറിയുന്നുണ്ടോ? ഇവിടെ ശങ്കുണ്ണിക്കുട്ടി ഒരാളുടെ വളർത്ത് മത്സ്യമാണ് ഞാനെന്ന്
അവരുടെ ലോകം ഇതാണ്. ഈ ലോകത്ത് മുഴുവനുണ്ട്. അവരങ്ങോട്ട് യാത്ര ചെയ്യണു, ഇങ്ങോട്ട് യാത്ര ചെയ്യണു. നമ്മൾ സിംഗപ്പൂരിലേക്ക് അമേരിക്കയിലേക്കും പോകുന്ന പോലെ ഈ മീനുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതിനേക്കാൾ ഉയർന്ന ദിഗംബര ബുദ്ധിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ആര് പറഞ്ഞു മനുഷ്യരാശിയെ വളർത്തുകയല്ലാന്ന്? അങ്ങനെ ആകാമെന്നും അങ്ങനെ ഒരു വ്യക്തിയെ വളർത്തി, ഈ ശമ്പാലയ്ക്ക് അനവധി അർത്ഥങ്ങളുണ്ട്. കൽക്കി എന്ന ദേവത അവിടെയാണെന്ന് പറയുന്നു. സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വാക്കാണിത്. അവിടേക്ക് ഒരു കവാടമുണ്ട്. ആ കവാടത്തിന് ആകാശം മുട്ടുന്ന ഒരു കാവൽക്കാരനുണ്ട്. അവിടെ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ മാത്രമേ അങ്ങോട്ട് ചെല്ലാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്നും നമ്മൾ പറയാറില്ലേ, വിളി വരണം അപ്പോഴേ അങ്ങോട്ട് എത്താൻ കഴിയുള്ളൂ എന്ന്. പക്ഷെ വളരെ ധൈര്യപൂർവ്വം ഞാൻ ഇങ്ങനൊരു സാധനം എഴുതുമ്പോൾ എനിക്കറിയാം ഇത് അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. പ്രതാപൻ താരാട്ട് തന്നെ ഇതിന്റെ മുകളിൽ ഇതിണ്ട്. ഭ്രമാത്മകമായിട്ടുള്ള ഒരു നോവലാണ്. ഒരു പക്ഷേ വരുന്ന തലമുറ ഇത് റിസർച്ചിനെടുക്കും, ഇത് മനസ്സിലാക്കാൻ ശ്രമം നടത്തും. ഇപ്പൊ ഇത്തരം പുസ്തകങ്ങളിൽ അവിടെ നിന്നും നമ്മുടെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്ത നായകൻ അങ്ങോട്ട് പോകുന്നതും അതിൽ നായികയുണ്ട്. തെറ്റായ മാർഗത്തിലൂടെ ശമ്പാലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രവാദിനിയുണ്ട്. അതൊക്കെ ഹിമാലയ പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ആണ്. ഒരു റേഡിയോ തരംഗം ഏതിലേ പോയത്, മൊബൈൽ തരംഗം ഏതിലേ പോയത്, ഇവിടെ തന്നെ നമ്മുടെ അകത്തുകൂടെ, ശരീരത്തിനകത്തുകൂടെ എന്ന് പറയാവുന്നതാണ്. അപ്പൊ അതിനുള്ളൊരു ബുദ്ധിമുട്ട് അതിലത്തെ നായകനെ പറ്റി വായിച്ചു വരുമ്പോൾ അച്ഛനാരാ അമ്മ ആരാ ഒന്നും പറയുന്നില്ല. അതിൽ പലതും ഒരു ഭ്രമാത്മകമായ രീതിയിൽ ഒരു ഭാഷ വേണ്ടി വന്നു ശമ്പാല എന്നുള്ള പുസ്തകം എഴുതാൻ വേണ്ടി. ആ പരിമിതിയുണ്ട്. വളരെ ശ്രദ്ധാപൂർവമൊക്കെ വായിക്കുന്നവർക്കല്ലാതെ ഇത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് വരാം, മനസ്സിലായി എന്ന് വരാം. പക്ഷെ എൻ്റെ ഒരു കർമ്മം നിറവേറ്റി. ഇതുവരെ ഞാൻ എഴുതിയിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം ശമ്പാലയാണ്. അത് പ്രേക്ഷകർക്ക് വിടുന്നു. അത് കോഴിക്കോട് ഹരിതം ബുക്സിൽ ഈ ശമ്പാല കിട്ടും. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഈ ജീവിതത്തിൽ പറഞ്ഞത്. ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് പറയാറുണ്ട്. കൂടുതൽ ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.